ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില വർഷങ്ങൾക്ക് ശേഷം, ഏറെക്കുറെ 10 വർഷത്തിന് ശേഷമായിട്ട് വീണ്ടും ഹാർവസ്റ്റ് TV-യിലൂടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ ഇങ്ങനൊരു അവസരം സർവശക്തനായ ദൈവം നൽകി തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ TV-യിലൂടെ ഇത് വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പ്രാരംഭമായിട്ട് ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആത്മരക്ഷയെക്കുറിച്ചാണ്. ആത്മരക്ഷ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടാണ് ഇന്ന് പലരും കാണുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആത്മരക്ഷ എന്ന വിഷയത്തേക്കാൾ ലോകത്ത് മറ്റൊന്നും തന്നെ ഇല്ല. ഏറ്റവും അതിപ്രധാനമായ കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ആത്മരക്ഷ എന്നുള്ളത്. എന്നാൽ ഇന്ന് പലപ്പോഴും അതിനെക്കുറിച്ച് വലിയ ഗൗരവമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ രക്ഷയുടെ മഹത്വത്തെക്കുറിച്ച്, ഇതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നാം ചിന്തിച്ചാൽ പുസ്തകത്തിൽ തന്നെ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ ഒരു വേദഭാഗം ഞാനിപ്പോൾ വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇത് കേൾക്കുന്ന ദൈവമക്കൾക്ക് ഒരുപക്ഷെ ഇത് ബൈഹാർട്ടായിട്ട് അറിയാവുന്ന ഒരു വാക്യമാണ്. എന്നാൽ ഇതിനകത്ത് കർത്താവിനെ അറിയാതെ, കർത്താവിനെ മനസ്സിലാക്കാതെ ലോകത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ ഇതിനെക്കുറിച്ച് അറിയാതെ പോകുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടും ഇതിന് വലിയ വില കൽപ്പിക്കാതെ മുന്നോട്ട് പോകുന്നവരാണ് കൂടുതൽ ആൾക്കാരും. സത്യം ഏറെക്കുറെ മനസ്സിലായി, എന്നിട്ടും ഈ രക്ഷയുടെ വിലയെ മനസ്സിലാക്കാതെ ഈ ലോകത്തിൻ്റെതായ മോഹത്തിൽ കൂടെ ലോക മനുഷ്യരെ പോലെ, അഥവാ ഒന്നും അറിയാതെ സത്യദൈവത്തെ അറിയാതെ പോകുന്ന ലോക മനുഷ്യരെ പോലെ ദൈവമക്കളും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ രക്ഷ, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? കാരണം ഇത് പറഞ്ഞു തുടങ്ങിയത് ആരാ? നമ്മുടെ കർത്താവ് തന്നെയാണ്. സ്തോത്രം. കർത്താവിലൂടെയാണ് ഇത് തുടങ്ങിയത്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീര്യപ്രവൃത്തികൾ, ഇതെല്ലാം ഇതിനോടുള്ള ബന്ധത്തിലാണ്. ഈ രക്ഷ, ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ദൈവം വെച്ചിരിക്കുന്നത്. പക്ഷേ അത് ശരിയായ രീതിയിൽ ചിലർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അത്ഭുത സൗഖ്യം, ക്യാൻസർ രോഗം വന്നിട്ട് മരിച്ചു പോകും എന്ന് ഡോക്ടർമാർ വിധി എഴുതിയത്, അത്ഭുത സൗഖ്യം കർത്താവ് കൊടുത്തു. എന്നാൽ കർത്താവിനെ അറിഞ്ഞ് ആ സമയത്ത് വലിയ സന്തോഷമായിരുന്നു. എന്നാൽ കുറേ കാലങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും രോഗം പൂർണ്ണമായി മാറിക്കഴിഞ്ഞപ്പോൾ ഈ കർത്താവിൻ്റെ വചനമനുസരിച്ച് പോകാനുള്ള താല്പര്യമില്ലാതെ പോയിട്ടുള്ള വ്യക്തികളെ എനിക്കറിയാം. അവരിന്നുമുണ്ട്. അപ്പോൾ ഇത് ലോകത്ത് നടക്കുക. അപ്പോൾ അവർ കർത്താവിനെ കണ്ടല്ല വന്നത്. അവർ ശരിയായ രക്ഷ അവർ പ്രാപിച്ചിട്ടില്ല. അഥവാ യഥാർത്ഥമായ രക്ഷനായ ക്രിസ്തുവിലൂടെയുള്ള യഥാർത്ഥ ആത്മരക്ഷ പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തിയെ പിന്നീട് ലോകത്തിൻ്റെ ഒരു കാര്യത്തിനും അതിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ, അഥവാ ഒരിക്കലും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകാത്ത ഒരവസ്ഥയിൽ നമ്മൾ ആയിത്തീരണമെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിലുള്ള രക്ഷ മനസ്സിലാക്കണം. അപ്പോൾ ഇത് നമ്മൾ പുസ്തകത്തിനകത്തൂടെ വായിച്ചു. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും
അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും, ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ താൻ ചെയ്യുന്നതാണ്. എന്തിനാ? ഈ സത്യം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സത്യം അറിഞ്ഞാൽ പോരാ, സത്യത്തിൽ നിലനിൽക്കുകയും ചെയ്യണം. അപ്പം സത്യത്തിൽ നിലനിൽക്കുക, സത്യം അറിഞ്ഞാൽ മാത്രമേ അതിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് രോഗസൗഖ്യം കിട്ടി, അപ്പോൾ കർത്താവിൽ വലിയ സന്തോഷം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് മാറി, അപ്പോൾ പിന്നെ കർത്താവിന് വിട്ടു. അങ്ങനല്ല. യഥാർത്ഥമായി കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിനെ അറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികൾ വെച്ച് കർത്താവിനെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു മുഖാന്തരം മാത്രമേ ഉള്ളൂ. അറിഞ്ഞ ആൾ പിന്നെ വളർന്നുകൊണ്ടിരിക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞു പോയി, അത് പുതുതായി തീർന്നത്. അപ്പം പുതിയ ആളായി കഴിയുമ്പോൾ ആൾ ദിനംതോറും വളരണം. ഒരു ശിശു വളർന്ന് 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 വലിയൊരു മനുഷ്യനായെന്നതുപോലെ നമ്മുടെ അകത്ത മനുഷ്യൻ വളരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആത്മരക്ഷ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും പ്രാപിക്കുവാനും കഴിയാതെ ജനങ്ങൾ മരണാനന്തരം മറ്റ് പല വിധത്തിലൂടെ രക്ഷ പ്രാപിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും പല വിധത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആത്മരക്ഷ മനസ്സിലാക്കാത്ത വ്യക്തികൾ നെറ്റിലൂടെയൊക്കെ പല വിധത്തിൽ ഇവിടുന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് ചെല്ലാം, അന്യഗ്രഹത്തിൽ പോയി താമസിക്കും, ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള പൈശാചിക ശക്തിയുടെ വലയിൽപ്പെട്ട് അനേകർ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലയളവിലാണ്. ഞാനിപ്പോൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ തിരുവനന്തപുരത്ത് തന്നെ നടന്ന പല സംഭവങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്. അതായത് 2017 ഏപ്രിൽ മാസത്തിൽ തിരുവനന്തപുരത്ത് നന്ദൻകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പിതാവിനെയും മാതാവിനെയും സഹോദരിയെയും ബന്ധുവായിരുന്ന ഒരു സ്ത്രീയെയും ഒരു ചെറുപ്പക്കാരൻ ദാരുണമായി കൊലപ്പെടുത്തി. നമ്മളെല്ലാവരും പത്രത്തിലും ടി വിയിലെല്ലാം കണ്ടതാണ്. ആ വാർത്ത കേട്ടപ്പോൾ നമ്മളെല്ലാം ഞെട്ടിത്തെറിച്ചത്. സ്വന്തം മാതാപിതാക്കളെ കൊല്ലാൻ ഇവനെങ്ങനെ തോന്നി? അവൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു. അതല്ലായിരുന്നുണ്ടെങ്കിൽ അവന് പ്രത്യേക ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഇവരെ കൊന്നു കഴിഞ്ഞാൽ തനിക്ക് സ്വർഗത്തിൽ പോകാം. പല പല അഭിപ്രായങ്ങൾ അവനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പൈശാചി ശക്തിയാണ്. പിശാചാണ് അങ്ങനെ ചെയ്യുന്നത്. അവൻ അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനാണ് വരുന്നത്. ആത്മാക്കളെ മോഷ്ടിക്കുവാൻ, ആത്മാവിനെ മോഷ്ടിക്കുവാൻ, സർവശക്തനായ ദൈവത്തിൻ്റെ കൂടെ നിത്യതയിൽ സ്വർഗത്തിൽ വസിക്കേണ്ട, ദൈവത്തോടു കൂടെ എന്നേക്കും വസിക്കേണ്ട ആത്മാവിനെ തൻ്റെ കൂടെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവൻ തന്ത്രപൂർവ്വം മനുഷ്യരിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ തിരുവനന്തപുരത്ത് 2018 ഫെബ്രുവരിയിൽ ശാസ്തമംഗലത്തിൽ ഒരു കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്തു. അപ്പനും അമ്മയും മക്കളും ഒന്നടങ്കം ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആത്മഹത്യ ചെയ്യിക്കുന്നത് ആരാ? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കാര്യം, ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണയിലേക്ക് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വിധത്തിലുള്ള അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഇന്ന് ആയിരിക്കുന്നത്. എന്നാൽ ദൈവത്തെ അറിഞ്ഞ ദൈവത്തിൻ്റെ പൈതലിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, നമ്മുടെ ഒരു മുടിനാരിഴ പൊഴിയണമെങ്കിൽ ദൈവം അറിയണം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. സകലതും അറിയുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആ ദൈവത്തിൻ്റെ കൂടെയാണ് ഞാൻ ആയിരിക്കുന്നത് എന്നുള്ള ബോധവും ബോധ്യവും ആർക്കുണ്ട്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവമക്കൾക്കുണ്ട്. ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം ചിലർ ഉപവാസത്തോടും പ്രാർത്ഥനയും കൂടെ ആയിരിക്കാം ഇത് കേൾക്കുന്നത്. എന്നാൽ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിയോട് ബലപ്പെടണം. കർത്താവിനെ അറിയാത്ത, കർത്താവ് ആരാണെന്നോ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്നോ അറിയാത്ത ആൾക്കാരാണ് ഇങ്ങനെ ആത്മഹത്യയും കൊലപാതകവും ചെയ്യുന്നത്. മാത്രമല്ല, പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, 2019 നെയ്യാറ്റിൻകരയിൽ ഒരമ്മയും മകളും തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. 2022 ഒക്ടോബറിൽ നമുക്കെല്ലാവർക്കും അറിയാം, പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 2 സ്ത്രീകളെ ഇരട്ട നരബലി ചെയ്തതായിട്ട്, ആ ഫ്രിഡ്ജിനകത്തൊക്കെ മാംസം വെച്ചതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തിയാണ്. അപ്പോൾ അതിലേക്ക് അകപ്പെട്ടു പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രക്ഷയെക്കുറിച്ച്, നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ച് നമ്മൾ അറിയാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് കൊലപാതകം ചെയ്യുന്നു. അപ്പോൾ ഈ ആഭിചാരവും ആത്മഹത്യയും കൊലപാതകവും ഇതെല്ലാം ഇങ്ങനെ
കൊടികുത്തി വാണുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു പരിഹാരം വരുത്തുവാനായിട്ട് ആരെക്കൊണ്ട് സാധിക്കും? 2021 നമ്മുടെ ആലത്തൂർ CPMൻ്റെ MLA KD പ്രസന്നൻ ഈ അന്ധകാരത്തിനും ഈ അന്ധവിശ്വാസത്തിനും ആഭിചാരത്തിനുമെല്ലാം എതിരായിട്ട് ഒരു ബില്ല് കൊണ്ടുവന്നു നിയമസഭയിൽ. ആ ബില്ല് കൊണ്ടുവന്നപ്പോൾ മന്ത്രിമാരും അതെല്ലാം ചിന്തിച്ചു. അവർ മന്ത്രിസഭ കൂടി ആലോചിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു തീരുമാനം എടുത്തു. ഇപ്പോൾ ഈ ബില്ല് പാസ്സാക്കണ്ട, ഇത് നിവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണ്ട. അഥവാ അവർ കൊണ്ടുവന്നാലും ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇതില്ല, ഈ ലോകം ഉള്ളിടത്തോളം കാലം ഇതെല്ലാം ഇവിടെ നടക്കുമെന്ന് പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവനും നടക്കും. കാരണം സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദൈവത്തിൻ്റെ വകയാണെങ്കിലും കൺട്രോൾ ചെയ്യുന്നത് പിശാചാണ്. അപ്പോൾ അവൻ്റെ ഉദ്ദേശം നശിപ്പിക്കുക, ആത്മാവിനെ നഷ്ടപ്പെടുത്തുക, ജനം ആത്മരക്ഷ പ്രാപിക്കാതിരിക്കുക. ഇതാണ് ദുഷ്ടപിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് കാണുവാനിടയായി തീർന്നത് ഈ തിരുവനന്തപുരത്തുള്ള 2-3 പേര്, അതായത് ഒരു ഭാര്യയും ഭർത്താവും, ഒരു ആയുർവേദ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ടീച്ചറാണ്, പിന്നെ വേറൊരു പെൺകുട്ടി വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചിരുന്ന പെൺകുട്ടിയാണ്. അരുണാചൽ പ്രദേശിൽ ആരും അറിയാതെ അവർ രഹസ്യമായിട്ട് പോയി, ആരോടും പറയാതെ രഹസ്യമായിട്ട് പോയി. അവിടെ ചെന്ന് അരുണാചൽ പ്രദേശിൽ ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവർ ആത്മഹത്യ ചെയ്തു. അവരുടെ ശരീരം ആഴത്തിൽ മുറിവേൽപ്പിച്ച അവസാനത്തുള്ളി രക്തവും അവരിങ്ങനെ ഊറ്റി അങ്ങനെ മരിച്ചു വീണു എന്നാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. എന്താണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തിയാണ്. ഈ പൈശാചിക ശക്തി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളെ നമുക്ക് കുറച്ചും കൂടെ ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവമക്കളെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യം നശിച്ചു പോകാതിരിക്കുവാൻ, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി നാം ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കണം. മാത്രമല്ല, ഈ രക്ഷ, ഇത്ര വലിയ രക്ഷ പ്രാപിച്ച ദൈവമക്കളെന്ന് പറയുന്ന പലരും ഇതിനെ ഗൗനിക്കാതെ, ഇതിന് ഗൗരവം കൊടുക്കാതെ, വില കൊടുക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലും കൂടെ നമ്മളായിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി അവർക്ക് വേണ്ടിയും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഈ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലെന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ലോകം പോകുന്നത് പോലെ അവന് പോകാൻ പറ്റത്തില്ല. ഈ യഥാർത്ഥമായിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 23-24 വാക്യം. കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് കർത്താവ് അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലിലൂടെ കടപ്പാൻ പോരാടുവിൻ. പലരും കടപ്പാൻ നോക്കും, കടക്കയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ കടക്കാനായിട്ട് ഒത്തിരി പേര് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ദൈവമക്കളെ, എപ്പോഴാണ് കാഹളം ധ്വനിക്കുന്നത് നമുക്കറിയത്തില്ല. എപ്പോഴാണ് നമ്മുടെ മരണം നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവപൈതല് ആ രക്ഷയുടെ വാതിലെന്ന് പറയുന്നത് ഇടുക്കുവാതിലാണ്. കർത്താവായ യേശു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ പക്കൽ ചെല്ലുവാൻ കഴിയത്തില്ല. അപ്പോൾ യേശു ആകുന്ന വഴി, യേശു ആകുന്ന വാതിൽ. അപ്പോൾ അത് ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്. അപ്പോൾ ലോകത്തിൻ്റെ വഴികൾ വെച്ച് വളരെ വിശാലമായ, കാരണം നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ ഇഷ്ടപ്രകാരം പോകാമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വഴിയെന്ന് പറയുന്നതും യേശുവിൻ്റെ വാതിലെന്ന് പറയുന്നത് അത് ഇടുക്കമുള്ളതാണ്. നമുക്ക് യഥേഷ്ടം ഓടിപ്പോകാൻ പറ്റത്തില്ല. പിന്നെയോ നമുക്ക് കുഴപ്പമൊന്നും പറ്റാതെയും ആർക്കും പ്രയാസമൊന്നും ഉണ്ടാകാതെയും വളരെ ശ്രദ്ധാപൂർവം വേണം ഈ വാതിലിലൂടെ നമ്മൾ അകത്ത് കിടക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെതായിരിക്കുന്ന
ഒരു ഇമ്പത്തിനും ഒരു മോഹത്തിനും നമ്മളെ പിടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. ലോകമോഹം ദൈവത്തോട് ശത്രുത്വം ഉളവാക്കുന്നു. അപ്പോൾ ഒരു ലോകത്തിൻ്റെതായിരിക്കുന്ന ആദരവും ബഹുമാനവും ലോകത്തിൻ്റെതായിരിക്കുന്ന മറ്റ് പലതും ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഇടുക്കുവാതിലൂടെ കടന്നു പോകാൻ പറ്റത്തില്ല. കാരണം ഇടുക്കുവാതിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും അവൻ ആ വാതിലിൻ്റെ ആ സ്പേസ് അനുസരിച്ച് അവൻ ചെറുതായേ പറ്റത്തുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തു എങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ അറിയണം, നമ്മളത് മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിച്ചതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു, ജനിക്കാനായിട്ടൊരു വീടുണ്ടായിരുന്നു. പക്ഷേ ആ വീട്ടിൽ തനിക്ക് ജനിക്കാനുള്ള അവസരം കിട്ടിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് താൻ ജനിച്ചത്. താൻ ജനിച്ച് വീണത് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. പിന്നെ പൊൽത്തൊഴുത്തിൽ എന്നൊക്കെ നമ്മൾ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം വഴിവക്കിൽ എവിടെയോ പ്രസവിച്ചിട്ട് സത്രത്തിലും സ്ഥലം കിട്ടാതിരുന്നത് കൊണ്ട് പശുക്കൾ കെട്ടുന്ന ആ തൊഴുത്തിൽ അവിടെ നമുക്കറിയാം ചാണകവും മൂത്രവും എല്ലാമായി കിടക്കുന്ന ആ സ്ഥലമാണ്. നമ്മൾ സാധാരണ ക്രിസ്മസിനൊക്കെ പള്ളികളിലൊക്കെ അലങ്കരിച്ച് വെച്ച് ലൈറ്റൊക്കെ കൊണ്ട് വളരെ മനോഹരമായിട്ട് പുൽക്കൂടൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു അവസ്ഥ അല്ലായിരുന്നു യേശുവിന് കിട്ടിയത്. അവിടെ പശുവിന് പുല്ല് കൊടുക്കുന്ന ആ പുൽത്തൊട്ടിയിലാണ് യേശുവിനെ കിടത്തിയത്. കാരണം യേശു ക്രിസ്തു അത്രമാത്രം കാരണം തൻ്റെ മഹത്വത്തെക്കുറിച്ചോ തൻ്റെ മഹിമയെക്കുറിച്ചോ ലോകത്തൊരു മനുഷ്യനും വർണ്ണിക്കാനോ പറയാനോ കഴിയത്തില്ല. അത്രമാത്രം ഉന്നതിയിൽ വസിച്ചിരുന്ന കർത്താവായ യേശു ക്രിസ്തു സകലതും വെടിഞ്ഞിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരിക ഒരു സാധാരണ മനുഷ്യനായിട്ട് അത്രമാത്രം ചുരുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ഈ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ച് നമ്മൾ 2000 വർഷത്തിന് മുമ്പ് കർത്താവ് ഇവിടെ വന്നു, AD BC എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും അതിനു മുമ്പ് തന്നെ കർത്താവ് എന്നേക്കും കർത്താവാണ്. ആ കർത്താവിനെ കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ തുടങ്ങുന്നതിന് ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആദിയിലേ ഉണ്ടായിരുന്നതാണ് ഈ കർത്താവ്. അപ്പോൾ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ച് ഈ ഭൂമിയിൽ വന്നിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നൊരു മാതൃക കാണിച്ചു തന്നാലാണ് യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന ആ അടിസ്ഥാനത്തിലല്ലാതെ വേറെ ഒന്നിനും നമ്മൾ പണിതു കഴിഞ്ഞാൽ അത് നിലനിൽക്കത്തില്ല. ക്രിസ്തു ആകുന്ന ആ അടിസ്ഥാനത്തിൽ വേണം ദൈവമക്കൾ നിൽക്കുവാനായിട്ട്. ഇത് മറിഞ്ഞു പോയാൽ, ഇത് മാറിപ്പോയാൽ വീഴ്ച എപ്പോഴും ഉണ്ടാവും. അത് വല്ലാത്ത വീഴ്ചയായിരിക്കും. അവിടുന്ന് പിന്നെ കയറാൻ ഒരിക്കലും കഴിയത്തില്ല. അപ്പോൾ ക്രിസ്തുവിൽ തന്നെ നമ്മൾ നിൽക്കണം. ക്രിസ്തുവിൽ തന്നെ നിന്നാൽ മാത്രമേ കാറ്റടിച്ചാലും, എത്ര കൊടുങ്കാറ്റടിച്ചാലും, എത്ര വന്മാരി പെയ്താലും ഇതിനൊന്നും ഒരനക്കവും ഉണ്ടാകാതെ അതങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ ആ ക്രിസ്തുവായിരിക്കുന്ന അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പം ഞാൻ പറയുന്നത് ഈ ഇടുക്കമുള്ള വാതിൽ എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ വിശാലമേറിയ വാതിലല്ല, യേശു ക്രിസ്തുവാകുന്ന വാതിൽ. യേശു എങ്ങനെ ജീവിച്ചു? അപ്പോൾ യേശുവിൻ്റെ ജനനം ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ജനിച്ച യേശു ഈ ഭൂമിയിൽ താനായിരുന്നു 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ താൻ മനുഷ്യനായിട്ട് ജീവിച്ചു എന്ന് തിരുവചനത്തെ നമ്മൾ വായിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും തൻ്റെ കൈകൊണ്ട് താൻ ചെയ്തു. തന്നെ ആശ്രയിച്ച ആരെയും താൻ നിരാശരാക്കിയില്ല. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, കുരുടന് കാഴ്ച കൊടുത്ത്. ഞാനീ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ഒരു പക്ഷേ ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്, ആരെങ്കിലും മാനസികമായിരിക്കുന്ന വിഷമത്തിലാണ്, ഏതെങ്കിലും പ്രയാസത്തിലായിരിക്കും, പ്രശ്നത്തിലായിരിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം അറിയാതല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞെരുക്കമാണ്, ഇടുക്കമാണ് നമുക്ക് വന്നിരിക്കുന്നത് എന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. ദൈവമക്കളെക്കുറിച്ച് വചനം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റോമർ 8:28. അപ്പോൾ നന്മ എന്ന് പറയുന്ന ഈ ലോകത്തിലെ ഒത്തിരി നന്മയുടെ കാര്യമല്ല ഈ പറയുന്നത്. നമ്മളെ നിത്യതയിൽ എത്തിക്കുവാനായിട്ട്
നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ രോഗം വന്നിരിക്കുന്നത്, ഈ ഇടുക്കം വന്നിരിക്കുന്നത്, ഈ ഞെരുക്കം വന്നിരിക്കുന്നത്, ഈ കടഭാരം വന്നിരിക്കുന്നത്, ഈ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്, ഈ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നത്. ഇങ്ങനെ പല വിഷയത്തിൽ നീ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ട്. കാരണം ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നിന്നെ എത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിന് സ്തോത്രം. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ടെലിവിഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വാത്സല്യ മാതാവ് കിച്ചണിൽ ആഹാരം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഹന്നയുടെ ഗർഭം പാത്രത്തെ യഹോവ അടച്ചിരുന്നത് കൊണ്ട് അവൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്നുള്ള വേദഭാഗമാണ് ഞാൻ അന്ന് അവിടെ അന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഈ മാതാവ് ഇത് വളരെയധികം ശ്രദ്ധയോടെ കേട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഫോൺ ചെയ്തു, എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ വാത്സല്യ മാതാവിനോട് ഞാൻ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ അവരുടെ മോന് വർഷങ്ങളായി കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളില്ല. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ അറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ഫാമിലിയാണ്. ആ മാതാവിൻ്റെ വിശ്വാസം, ദൈവവചനം കേട്ടപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം, കർത്താവ് ജീവിക്കുന്നു, ജീവനുള്ള ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് കർത്താവ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിയന്ത്രിക്കുന്നതെന്നുള്ള ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറഞ്ഞപ്പോൾ വചനത്തിൽ ആ സഹോദരി വിശ്വസിച്ചു, എന്നെ വിളിച്ചു. അന്നേരം തന്നെ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, പിറ്റേ വർഷം ഒരു ആൺകുഞ്ഞിനെ കർത്താവ് നൽകുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അത് ഇതുപോലെ ഒരു ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം 23-ാം തീയതി ഒരു കുഞ്ഞിനെ ആ പ്രിയ മാതാവിൻ്റെ മകന് ദൈവം നൽകി കൊടുക്കുവാനിടയായിത്തീർന്നു. ഞാൻ പറയുന്നത്, ആ മാതാവിന് കർത്താവിൽ വിശ്വാസമുണ്ടായിരുന്നു. പറഞ്ഞ വചനം അത് ഏറ്റെടുത്തു. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെക്കാൾ നന്നായിട്ട് ദൈവത്തിനറിയാം. കാരണം ദൈവം അറിയാതെ അല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും രക്ഷിക്കപ്പെടാതെ ഇതുവരെ കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനോട് സ്വീകരിക്കാത്ത ഒരു വ്യക്തിയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും നിങ്ങളോടും പറയുവാനുള്ളത്, കർത്താവ് അറിയാതെ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ബൈബിൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന നീതിമാനും അനീതി ചെയ്യുന്നവനും ഒരുപോലെ മഴ കൊടുക്കുന്ന ദൈവം, രണ്ടു കൂട്ടരെ ഒരുപോലെ ദൈവം കാണുന്നു, ഒരുപോലെ അനുഗ്രഹിക്കുന്നു. എന്നാൽ നിത്യതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആരൊക്കെ ചെല്ലുമെന്നുള്ള ദൈവത്തിനറിയാം, നേരത്തെ തന്നെ ദൈവത്തിനറിയാം. പക്ഷേ ആരും നഷ്ടപ്പെട്ടു പോകാനോ ആരും നശിച്ചു പോകാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് ഈ ദുഃഖത്തിലായിരിക്കുന്നത്, ഈ ഭാരത്തിലായിരിക്കുന്നത് കർത്താവിനെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ കർത്താവിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണോ എൻ്റെ ജീവിതത്തിൽ ഈ പ്രയാസം വന്നത്, ഈ പ്രതികൂലം വന്നത്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോട്ടെ, അന്ന് ആ കർത്താവ് ആ കുടുംബത്തിന് കുഞ്ഞിനെ ദാനമായി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പ്രിയ കർത്താവിൻ്റെ ദാസിയും തൻ്റെ മക്കളും തൻ്റെ ഭർത്താവും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാനിടയായിത്തീർന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം അവർ നയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, കർത്താവിൽ വിശ്വസിച്ചാൽ ദൈവപ്രവൃത്തി നടക്കും. കാരണം നമ്മൾ തുടക്കത്തിൽ തന്നെ വായിച്ചല്ലോ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും കർത്താവ് ഈ രക്ഷയുടെ മഹാത്മ്യത്തെക്കുറിച്ച്, ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച്, ഇത്ര വലിയ രക്ഷ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവിടെ വ്യക്തമാക്കുന്ന ഭാഗത്ത് അത് എഴുതി വച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ കണ്ണ് മങ്ങിപ്പോയിട്ടില്ല, കർത്താവിൻ്റെ കരം കുറുതായിട്ടില്ല. ഇന്നും പ്രവർത്തിക്കുവാൻ കർത്താവ് ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ നല്ല കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെങ്കിൽ ആ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനായി നമ്മുടെ കൂടെയുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ, ഒന്ന് സമർപ്പിക്കുവാൻ ദൈവത്തിലെ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വിടുതലുണ്ടാവും. ദൈവിക അനുഗ്രഹം നിനക്ക് പ്രാപിക്കുവാൻ കഴിയും. ദൈവം ആഗ്രഹ നിലവാരത്തിലേക്ക് നിനക്ക് വരുവാൻ കഴിയും. ഒരുപക്ഷെ സാമ്പത്തിക ക്ലേശമായിരിക്കാം, ഒരുപക്ഷെ മാനസിക പ്രയാസമായിരിക്കാം,
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്ത് പ്രശ്നം തന്നെ ആയിരുന്നാലും ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഈ പ്രശ്നം വന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം ഇതാണ്: നീ യഥാർത്ഥ റൂട്ടിലേക്ക് വരിക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ട ദൈവപൈതലാണെങ്കിൽ നീ ശരിയായ രീതിയിലുള്ള രക്ഷയുടെ അനുഭവത്തിലൂടെ ഇടുക്കുവാതിലൂടെ പോകണം. കർത്താവിൻ്റെ ഇഷ്ടമല്ലാത്ത ഒന്നും നിൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മാത്രമേ നീ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 16:26. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമായാൽ അവൻ എന്ത് പ്രയോജനം? അപ്പോൾ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാവിൻ്റെ വിലയെക്കുറിച്ചറിയണം. സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ് നമ്മുടെ ആത്മാവ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വലിയ രക്ഷയെന്ന് പറയുന്നത്. ആ ആത്മാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ഏകജാതനായ പുത്രനെയാണ് പിതാവായ ദൈവം ഈ ശത്രുക്കളായി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാതെ, ദൈവത്തോട് മറതലിച്ച് ലോകത്തിൻ്റെതായിരിക്കണ ആ പാപത്തിൻ്റെ ആ പടുകുഴിയിൽ പെട്ടുകിടക്കുന്ന ഈ മനുഷ്യരെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. തൻ്റെ പുത്രനെ മരിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഒരു കണ്ണിനും ദയയില്ലാത്ത വണ്ണം യഹൂദന്മാർ നിന്ദിക്കുകയും അപ്പോൾ തന്നെ റോമൻ പടയാളികൾ തങ്ങളുടെ എല്ലാ വൈരാഗ്യവും യേശുവിൻ്റെ മേൽ ചെലുത്തിക്കൊണ്ട് യേശുവിനെ ക്രൂശിച്ച കാര്യം നമുക്ക് ഏവർക്കും അറിയാമല്ലോ. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളാൽ തൂങ്ങിപ്പിടയുമ്പോഴും വഴിപോക്കർ പോലും യേശുവിനെ കണ്ടിട്ട് തല കുലുക്കി അപമാനിച്ച്, നിനക്കിങ്ങനെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അപമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ അന്നേരവും കർത്താവായ യേശു പറയുന്നത് ഇങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് ഇടുക്കമുള്ള വഴി, ഇതാണ് യേശുവിൻ്റെ വഴി, ഇതാണ് യേശുവിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൻ്റെ സ്വഭാവം ഇതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതാണ് ഇത്ര വലിയ രക്ഷ. നീ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റുകയും. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ തൊക്കണം. നിങ്ങൾക്കിടയായിത്തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ വെള്ളിയാഴ്ച ദിവസം രാവിലെ കർത്താവെ, അവിടുത്തെ മഹത്വമേറിയ ഈ ശുശ്രൂഷയിൽ ഭാഗഭാക്കളായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ മക്കളായിരിക്കുന്ന അടിയങ്ങൾക്ക് ദൈവം കൃപ ചെയ്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരുടെ അവസ്ഥകൾ ദൈവം അറിയുന്നല്ലോ. ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരുടെ കണ്ണുനീര് കർത്താവ് ഒപ്പണമേ. രോഗത്തിലായിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കണമേ. കർത്താവെ, വിശ്വാസം വിട്ട് ഉഴന്ന് നടക്കുന്നവരെ യഥാസ്ഥാനപ്പെടുത്തണമേ. കർത്താവിനെ അറിയാത്തവർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കോണം പിതാവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും ഏൽപ്പിക്കുന്നു, എല്ലാവരുടെ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. ഏവരെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, അനുദിനം നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, സംസർഗം, കാവൽ നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയത്തോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ വരെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. വീണ്ടും കർത്താവ് അനുവദിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്ത് നമുക്ക് കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.